ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ ഡോക്ടർക്ക് വീഴ്ചയില്ലെന്ന് ആരോഗ്യവകുപ്പ് നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട്. പ്രോട്ടോകോൾ പാലിക്കാനാവാത്തത് ജീവനക്കാരുടെ കുറവ് കാരണമാണെന്നും ശസ്ത്രക്രിയ സമയത്ത് ഉണ്ടായിരുന്നത് ഒരു സ്ക്രബ് നഴ്സ് മാത്രമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഉഷ ജോസഫിന്റെ കുടുംബം നൽകിയ പരാതിയിലെടുത്ത കേസിൽ ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ ഷാഹിദയെയും പ്രതി ചേർക്കും. ആരോഗ്യവകുപ്പിൽ നിന്ന് നീതി ലഭിക്കുന്നതുവരെ സമരം ചെയ്യാൻ തയ്യാറാണെന്ന് ഹർഷിന പറഞ്ഞു. തിരുവനന്തപുരം, കോട്ടയം മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടെ വിദഗ്ധ സമിതിയാണ് വണ്ടാനം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവ് പരാതിയിൽ ഡോക്ടർമാർക്ക് വീഴ്ചയില്ലെന്ന് കണ്ടെത്തിയത്. ശസ്ത്രക്രിയ സമയത്തെ സർജൻ നോട്ട് കൃത്യമാണെന്ന് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. നഴ്സുമാരുടെ കുറവ് മൂലം ശസ്ത്രക്രിയ നടക്കുമ്പോൾ സ്ക്രബ് നഴ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഉപകരണങ്ങളെല്ലാം ഉണ്ടോ എന്ന് ഡോക്ടർ സ്ക്രബ് നഴ്സിനോട് ചോദിച്ചിരുന്നു. ഉണ്ടെന്ന മറുപടിക്ക് ശേഷമാണ് മുറിവ് തുന്നിയത്. ഉഷയുടെ ശസ്ത്രക്രിയയ്ക്കിടെ മറ്റൊരു ശസ്ത്രക്രിയ ചെയ്യേണ്ടി വന്നെന്നും നഴ്സ് മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ അന്വേഷണ റിപ്പോർട്ട് നഴ്സിലേക്ക് മാത്രം വിരൽ ചൂണ്ടുന്നത് അംഗീകരിക്കാനാകില്ലെന്നും ഡോക്ടർക്കും ഉത്തരവാദിത്വമുണ്ടെന്നുമാണ് നഴ്സുമാരുടെ സംഘടനയുടെ നിലപാട്. കോവിഡ് സമയത്ത് മാത്രം നമുക്ക് ജീവനക്കാരെ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധ്യമല്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഈ സർജറി ചെയ്തത്. അപ്പം അന്ന് ഉണ്ടായിരുന്ന സിസ്റ്റർ മാത്രം സർജന് കുറ്റമില്ല എന്ന് പറയുന്നതിനോട് ഒരു തരത്തിലും യോജിക്കാൻ പറ്റത്തില്ല. കാരണം എത്ര ഇൻസ്ട്രുമെന്റ്സ് തിരികെ വന്നു എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് വൂണ്ട് ക്ലോസ് ചെയ്യേണ്ട ഉത്തരവാദിത്തം സർജനുള്ളത്. ശസ്ത്രക്രിയയിൽ പിഴവുണ്ടായെന്ന ആലപ്പുഴ പുന്നപ്ര സ്വദേശി ഉഷ ജോസഫിന്റെ കുടുംബത്തിന്റെ പരാതിയിലെടുത്ത കേസിൽ വകുപ്പ് മേധാവിയായിരുന്ന ഡോക്ടർ ലളിതാംബികയ്ക്ക് പുറമെ ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ ഷാഹിദയെ കൂടി പ്രതി ചേർക്കും. ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്ത ആർട്ടറി ഫോർസെപ്സ് എന്ന ഉപകരണം നാളെ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന ഉഷ ജോസഫിന്റെ ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടർമാർ അറിയിച്ചു. അതിനിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ കേസിൽ നീതി ലഭിക്കും വരെ സമരം ചെയ്യാൻ തയ്യാറാണെന്ന് ഹർഷിന പറഞ്ഞു. എല്ലാ പ്രയാസങ്ങൾക്കും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട സാമ്പത്തിക നഷ്ടത്തിന് പരിഹാരമായിട്ട് 2 ലക്ഷം രൂപ നൽകിയിട്ടാണ് ഹർഷിനക്കെല്ലാം നൽകി. ഹർഷിനന്റെ എല്ലാ കാര്യത്തിലും ഞങ്ങൾ പലതും ചെയ്തു. ഞങ്ങൾക്ക് എന്ത് പിഴവ് പറ്റിയെന്ന് വെച്ചു. ആരോഗ്യമന്ത്രി എന്ന നിലക്ക് പൂർണ്ണമായിട്ട് 100% പിഴവാണ്, 100% പരാജയമാണ് മാത്രമാണ് പറയാനുള്ളത്. സർക്കാർ ബോധപൂർവം അവഗണിച്ചെന്നും ഹർഷിന ആരോപിച്ചു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.